ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ തോന്ന് മഴക്കോളായിട്ട് നിൽക്കുകയാണ്. അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വയലിലോട്ട് പോവുകയാണ്. വയലിൻ്റെ കരയിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വയലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോഴേ ഇന്ന് ചേട്ടനുള്ളത് കൊണ്ട് ഞങ്ങൾ വയലിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന തെങ്ങും ഒക്കെ ഉള്ള വാഴയൊക്കെ നിൽക്കുന്നതാണ് നമ്മുടെ പണ. അപ്പോൾ തേങ്ങയുണ്ടെങ്കിൽ അടന്ന് വീണ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പിന്നെ അല്ലാതെ കറി വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. ഇനി അടുത്ത മഴ നല്ലതുപോലെ മഴക്കോളായിട്ട് നിൽക്കുകയാണ്. അന്നേരം മഴ പെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോട്ടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ചീമപ്ലാവൊക്കെ നിൽപ്പുണ്ട്. അന്നേരം അതിൽ നേരത്തെ പോയപ്പം കുഞ്ഞു ചക്കകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഇപ്പം വിളഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഭയങ്കര കാടാണ്, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോവാറേ ഇല്ല. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങിപ്പോകൂ. ഇല്ലെങ്കിൽ അത്യാവശ്യം അവിടെ കാര്യങ്ങൾക്ക് മാത്രം അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു തേങ്ങയും കാണാൻ കിടക്കുകയാണെങ്കിൽ അത് എടുക്കാനായിട്ട്, അല്ലാതെ ഞാൻ വയലിലോട്ട് അങ്ങനെ ഇറങ്ങാറേ ഇല്ല. അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വയലിലൊക്കെ പോവാറുള്ളൂ. ഇന്നിപ്പോൾ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴും ഒരു 3 വാഴയിൽ കൂമ്പുണ്ടായിരുന്നു. കൂമ്പ് പറിക്കേണ്ട സമയം കഴിഞ്ഞ് അതങ്ങ് പൊഴിഞ്ഞു പോയി, ചെറുതായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒടിച്ചെടുത്ത്, പിന്നെ നമ്മുടെ വാഴയൊക്കെ ഇതുപോലെ ഇങ്ങനെ വീണ് കിടക്കുവാണ്. നേരത്തെ വന്നപ്പം കൊലയൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള കൊലയൊക്കെ നമ്മൾ വെട്ടിയെടുത്തു. ഇപ്പം പിന്നീടുള്ള മഴയ്ക്ക് വീണതൊന്നും കൊലയില്ലാത്ത വാഴകളാണ്. അങ്ങനെ ഒരുപാട് വാഴകൾ നമ്മുടേത് പൊഴുതു വീഴുകയൊക്കെ ചെയ്തു. പച്ചക്കറികൾക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ വയലിൽ നിന്ന് കിട്ടുന്ന കൂമ്പും വാഴപ്പിണ്ടിയും ഒടിഞ്ഞു വീണ കാകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്നത്. കൂമ്പൊക്കെ ഒടിച്ചതിന് ശേഷം ഇനി അടുത്തത് അവിടെ ഒരു സൈഡിലായിട്ട് ചീമപ്ലാവുണ്ട്. അതിൽ ചക്ക വിളഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോഴും വിളഞ്ഞ് കിടപ്പുണ്ട്. നേരത്തെ നമ്മൾ വന്നപ്പോൾ കുഞ്ഞ് ചക്കയായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം പൊഴിഞ്ഞു പോയി. ചൂട് സമയത്ത് പിന്നെ മഴയൊക്കെ പെയ്ത സമയത്തൊക്കെ ഈ അഴുകിയൊക്കെ പൊഴിഞ്ഞു പോയി. വിളയാതെ തന്നെ ചെറുതിലേ പൊഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ അതിലൊരു 4 ചക്ക നിൽപ്പുണ്ടായിരുന്നു, നല്ല പോലെ വിളഞ്ഞതായിരുന്നു. ഇത് പറിക്കുന്നതെല്ലാം അപ്പുറത്തെ വയലിൽ വെള്ളത്തിലാണ് വീഴുന്നത്. അതുകൊണ്ട് തറയിൽ വീണ് ചതഞ്ഞു പോകില്ല, വെള്ളത്തിൽ തന്നെ വീഴുന്നത് കൊണ്ട്. അഴുക്ക് വെള്ളമൊന്നുമില്ല, നല്ല വെള്ളമായിട്ട് തന്നെ കിടക്കും. മഴ പെയ്തപ്പം കണ്ടത്തിലെല്ലാം വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്നപ്പം തന്നെ അങ്ങ് മഴ പെയ്ത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ്, അന്നേരം വെള്ളം നനയില്ല. അതുകൊണ്ട് ഞാനൊരു വാഴയുടെ മൂട്ടിൽ കയറി നിന്നുകൊണ്ടാണ് ഇത് വീഡിയോ എടുത്തത്. ചേട്ടാ മഴയത്ത് നനയാതെ തന്നെ നിൽക്കുന്നത് വാഴയുടെ മൂട്ടിലോട്ട് നിന്നുകൊണ്ട് തന്നെ ഇനി അടുത്ത വലിയ മഴ വരുന്നതിന് മുമ്പ് തന്നെ ചക്കയെല്ലാം പറിച്ചെടുത്തു. അങ്ങനെ പറിച്ച ചക്കയിൽ 2-3 വെള്ളത്തിൽ വീണു. പിന്നെ അതിനെയെല്ലാം തോട്ടി വെച്ച് തന്നെ തോണ്ടി ഇങ്ങോട്ട് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അല്ലാതെ ഇത്രയും താഴ്ചയുണ്ടെന്ന് അറിയില്ല, ചെളി കയറി കിടക്കുന്നത് കൊണ്ട്. അങ്ങനെ പിന്നെ അതിനെയെല്ലാം പറിച്ചെടുത്തു. നാല് ചക്കയേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു ചക്ക ചെറിയ കേടുണ്ട്, എങ്കിലും നല്ലതുപോലെ വിളഞ്ഞതാണ്. ചക്ക പറിച്ചുകൊണ്ടിരുന്നപ്പം വലിയ രീതിയിൽ മഴ പെയ്തെങ്കിലും അതങ്ങ് പെട്ടെന്നങ്ങ് തോന്നും. അടുത്ത മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ കവറിനകത്ത് ഇതെല്ലാം കൂടെ പറക്കിയിട്ട് നമ്മളിനി അടുത്ത മഴയ്ക്ക് മുമ്പ് ഇനി വീട്ടിൽ കയറി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ പറക്കിയിട്ടിരുന്ന കൂമ്പും കൂടെ പറക്കി. അപ്പോഴേ ചേട്ടൻ പറഞ്ഞ്, എന്തിനാ വെറുതെ ആ കൂമ്പെടുക്കുന്നത്, അതെല്ലാം ചെറിയ കൂമ്പല്ലേ, അതെല്ലാം പൊഴിഞ്ഞു പോയതാണ്, അത് പറക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അല്ല, നമുക്ക് നാളെ തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പറക്കിയെടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാവിലെ നമ്മൾ മക്കൾക്ക് 2 പേർക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ചോറും കറികളൊക്കെ റെഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉച്ചത്തേക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് ജോലിയെല്ലാം ഒതുങ്ങിയായിരുന്നു. പിന്നെ വേറെ ചോറും കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇതിൽ നിന്ന് ഒരു ചക്ക എടുത്ത് പുഴുങ്ങാൻ പറഞ്ഞ്, തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ചേർത്ത് പുഴുങ്ങിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരും ഉണ്ടല്ലോ, ഒറ്റയ്ക്കാകുമ്പോൾ ഒരു രസം കാണത്തില്ല, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പം ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതിന് ഒരെണ്ണം എടുത്ത് അതിനെ ചെത്തിയെടുത്ത് പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ ചക്ക പുഴുങ്ങുന്നതൊന്നും മക്കൾക്ക് ഇഷ്ടമൊന്നുമല്ല, അവർ കഴിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും ഒരെണ്ണം എടുത്ത് കഴിച്ചാലായി, അല്ലാതെ അവർ കഴിക്കത്തൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയ്ക്കാണ്. ഇതുപോലെ ചൂടോടെ ഇതൊക്കെ മുളകൊക്കെ ഉടച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും ഞാൻ ചക്കയെല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി ഇതിനെ ഭയങ്കര കറയല്ലേ ചക്കയുടെ കൊണ്ട്, അത് ഞാൻ തുടച്ചെടുത്തതാണ്, എങ്കിലും 2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഞാനൊരു ഉരുളിയിലോട്ടാണ് ഇതിനെ വേവിക്കാൻ വെച്ചത്. അതിലേക്ക് കുറച്ച് ഇത് വേവാൻ ആവശ്യമുള്ള ശകലം വെള്ളം ഒഴിച്ചു. ഒരുപാട് നികത്തി വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഉപ്പൊന്നും ഞാൻ ഇപ്പം ചേർത്തിട്ടില്ല. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റണം. ഇതൊന്ന് നല്ല വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു പിച്ചാത്തി വെച്ച് ഞാനൊന്ന് കുത്തി നോക്കി, അപ്പോഴും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ തേങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞെവിടി ഇതിൻ്റെ പാലിറക്കണം. അല്ലാതെ നമ്മളിപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി മിക്സിയിലൊന്ന് അടിച്ചിട്ടല്ലേ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തേങ്ങ ഇടാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കൈകൊണ്ട് ഞെവിടിയിട്ട് ആ തേങ്ങയും തേങ്ങാപ്പാലും കൂടെ വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തവി കൊണ്ട് ഇളക്കാതെ ഇതുപോലെ ഒന്ന് എടുത്തൊന്ന് തട്ടിയിട്ട് കൊടുക്കണം. അന്നേരം ഇതെല്ലായിടും ഒന്നാവും. ഈ മേളിൽ കിടക്കുന്നതെല്ലാം ഒന്ന് അടിയിൽ വരികയും അടിയിൽ കിടക്കുന്നത് മേളിൽ വരികയൊക്കെ ചെയ്യും. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് തിരിച്ച് ഇട്ട് അടുപ്പത്ത് ഒന്ന് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് വരും. ഇനി ഇതിന് ഞാനൊരു മുളക് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടാണ്, ഉള്ളിയും മുളകും ഉപ്പും കൂടി ഇട്ടാണ് ചതച്ചെടുത്തത്. അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചമ്മന്തിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ട് വറ്റി ആ പാലിലും തേങ്ങയിലും കിടന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇനി ഇത് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഉടയാതെ ഇളക്കിയിടണം. ഉടയാതെ ഞാൻ തവി കൊണ്ടൊന്ന് ഇളക്കി അതിനുശേഷം ഇതുപോലെ ഒന്ന് തട്ടിയിടണം. അന്നേരമാണ് നല്ലതുപോലെ ഒന്ന് ഉലർന്ന് കിട്ടുന്നത്. എന്നിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഇനി നമുക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ശീമച്ചക്ക നല്ല തേങ്ങാപ്പാലിലും തേങ്ങയിലും ഒക്കെ ഇട്ട് നല്ല വേവിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല മുളക് ചമ്മന്തിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ നല്ല ചൂടോടെ കഴിക്കണം, അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ചമ്മന്തിയും പിന്നെ നേരത്തെ അച്ചാർ ഇവിടെ ഉണ്ട്. അങ്ങനെ മാങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. മാങ്ങ, പുളിഞ്ചിക്ക അച്ചാർ ഇതൊക്കെ ഇതിന് കൊള്ളാവും. നാരങ്ങ അച്ചാർ അത്ര ടേസ്റ്റ് വരില്ല. അങ്ങനെ ഇത് നമ്മൾ നല്ല ചൂടോടെ, ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.